ഹായ് ഗായ്സ്, എല്ലാവർക്കും സുമാക്കി ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എന്തായാലും റെസിപ്പിയിലേക്ക് ആദ്യം കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചെയ്യുന്നത് ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫ്രൈഡ് ചിക്കൻ റെസിപ്പി ആണെങ്കിൽ കൂടിയും എനിക്ക് അതൊരു പെർഫെക്ഷൻ ആയിട്ടുള്ള, അതായത് ഒരു കറക്റ്റ് നമ്മുടെ ഫ്രൈഡ് ചിക്കൻ്റെ ആ ടേസ്റ്റൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടോ. അതായത് നമുക്ക് ഒരു ടെക്സ്ചറും കാര്യങ്ങളും നമുക്കൊരു ഫ്രൈഡ് ചിക്കൻ്റേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും കൂടി പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് എനിക്ക് അത്ര വലിയ താല്പര്യം ആയില്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് താല്പര്യം തോന്നിയില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം തോന്നുകയാണെങ്കിലോ. അപ്പോൾ എന്തായാലും ഞാൻ ഷെയർ ചെയ്യുകയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ നമ്മൾ ചേർത്ത് കൊടുത്തത് മുളക് പൊടിയാണ്. ശരിക്കും ഇതിൽ പാപ്രിക്ക പൗഡറാണ് ചേർക്കുന്നത്, പക്ഷെ നമ്മളിവിടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, ഉപ്പ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. നമ്മൾ ചിക്കനിന് പിടിക്കുന്ന അത്രയ്ക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ പെപ്പർ പൗഡറും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇതിൽ നമ്മൾ ചേർത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ പെപ്പർ പൗഡർ, ചില്ലി പൗഡർ ആൻഡ് സോൾട്ട്, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതുപോലൊരു പേസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബട്ടർ മിൽക്കാണ്, അതായത് മോര്. നിങ്ങൾക്ക് ഇപ്പോൾ മോരില്ലെങ്കിൽ തൈര് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു മോരിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുക. അതായത് ചിക്കൻ ഇതിൽ മുങ്ങി കിടക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഉള്ള മോര് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തൈര് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അരക്കപ്പ് തൈര് എടുക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ചൊരു അരക്കപ്പോ അല്ലെങ്കിൽ അരക്കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു മോരിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ട് നമ്മൾ ഒഴിക്കുക. അപ്പോൾ അത് പോരായ്ക തോന്നുകയാണെങ്കിൽ വീണ്ടും അതിനനുസരിച്ച് നമ്മൾ ചിക്കൻ മുങ്ങി കിടക്കുന്ന ഇതിനനുസരിച്ച് നമ്മൾ തൈര് ആ ഒരു പരുവാക്കി എടുക്കുക. അതിന് പകരം ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ മോരെടുത്താലും മതിയോ. ഓക്കെ, മോര് ചേർത്തിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കണം. ഞാനപ്പോൾ ഇവിടെ ഒരു ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് 8 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മൾ സാധാരണ സ്കിൻ കളഞ്ഞിട്ടുള്ള ചിക്കനാണ്, നമ്മളിപ്പോൾ കറിക്കൊക്കെ എടുക്കില്ലേ, അതേപോലെ ആണ് എടുത്തിരിക്കുന്നത്, നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ശരിക്കും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 8 ലെഗാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ ഒരു കേർഡ് മിക്സിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിൽ നന്നായിട്ട് മുങ്ങിക്കിടക്കണം. ഓക്കെ, നന്നായിട്ട് അതിൽ മുങ്ങിക്കിടന്ന് ഇനി ഇത് നമ്മളൊരു എന്താ പറയുക, ഫ്രിഡ്ജിൽ ഒരു 5 മണിക്കൂർ വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഓവർനൈറ്റ് അങ്ങനെ വേണമെങ്കിൽ എന്താ പറയുക ഇട്ട് വയ്ക്കാം, അങ്ങനെയും നമുക്ക് ചെയ്യാം. അതല്ല നമ്മളിപ്പോൾ രാവിലെ ചെയ്യണമെങ്കിൽ വൈകിട്ടൊക്കെ ആണെങ്കിൽ ഒരു 5-6 മണിക്കൂർ ഇരിക്കുക. എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം നല്ലതാണ്. ബിക്കോസ് ആ ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും. അതുകൊണ്ട് നമ്മളത് ടൈം ഇത്തിരി കൂടുതൽ സമയം എടുക്കും ഇതൊന്ന് ആ ഒരു മോരിൽ കിടന്ന് ഒന്ന് ഇതാവാനായിട്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കുക, അല്ലെങ്കിൽ 5-6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ രാവിലെയാണ് തയ്യാറാക്കിയത്. അപ്പോൾ അത് ഒരു 5-6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇതിനി 6 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തയ്യാറാക്കുന്ന മിക്സാണ്. നമ്മളൊരു ബൗൾ എടുക്കുക. അതിലേക്ക് മൈദ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു അരക്കപ്പ് മൈദ ചേർക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഒരു എന്താ പറയുക, ഒരു 1/4 കപ്പോളം അല്ലെങ്കിൽ 1/4 കപ്പോളം നമ്മൾ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരക്കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുക. ഓക്കെ, അതും ചേർത്തിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് എന്താ പറയുക,
ഇതിലേക്ക് കുറച്ച് മുളക് പൊടി എന്ന് പറയുന്നത് ശരിക്കും പാപ്രിക്ക പൗഡറാണ് ശരിക്കും ചേർക്കേണ്ടത്. നമ്മൾ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. സാധാരണ മുളക് പൊടിയല്ല, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കളറ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കുക, ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു കളറുള്ളത് കൊണ്ട് ഞാൻ യെല്ലോ കളർ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മാഗിയുടെ ക്യൂബാണ്, അതായത് ടേസ്റ്റ് മേക്കറാണ്. ശരിക്കും ഇതിൽ ചേർക്കേണ്ടത് ഗാർലിക് പൗഡറാണ്. എൻ്റെ ഒരു ഗാർലിക് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാഗിയുടെ ടേസ്റ്റ് മേക്കറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ പൊടിയിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ ആക്ച്വലി ഈ ഒരു റെസിപ്പി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു റെസിപ്പി അല്ല. പക്ഷേ എന്താ പറയുക, ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് തയ്യാറാക്കുമ്പോൾ അത് നന്നായിട്ട് ചിലപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കുട്ടികൾക്കെന്ന് വെച്ചാൽ എൻ്റെ 2 കുട്ടികൾക്കും ഇഷ്ടമായി. പക്ഷേ എനിക്കത്ര അങ്ങോട്ട് അത്ര താല്പര്യം വന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ എന്താ പറയുക, ചില റെസിപ്പീസ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എല്ലാതും പെർഫെക്റ്റായിട്ട് ചിലപ്പോൾ ആവണമെന്നൊന്നുമില്ല. പക്ഷേ അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വേറെ നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി കിട്ടുമ്പോൾ ഞാൻ അതും ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു മോഡൽ, വേറൊരു രീതി. ഇനി നമുക്ക് നല്ലൊരു വേറൊരു റെസിപ്പി വരുമ്പോൾ നമ്മൾ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ 5-6 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിതാ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ പീസും എടുത്തിട്ട് നമ്മൾ ആദ്യം മൈദയുടെ മിക്സിലേക്ക് നമ്മൾ ആ മിക്സ് കോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വേറെ ഒരു പാത്രത്തിൽ നല്ല തണുത്ത വെള്ളം, ഐസിട്ട വെള്ളമാണ്, അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ കോട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇട്ട് വയ്ക്കും. 2 മിനിറ്റ് മതി. അപ്പോൾ 2 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ മൈദയുടെ കോട്ടിലേക്ക്, അതേ മൈദ ആ പൗഡറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് എന്താ പറയുക കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ അമർത്തി എടുക്കുമ്പോഴാണ് അതിന് ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു തരി പോലെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു ഷേപ്പ് അത് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് എക്സസ് ആയിട്ടുള്ള പൊടി നമ്മളിങ്ങനെ കുടഞ്ഞു കൊടുക്കണം. ഓക്കെ, ലാസ്റ്റ് നന്നായിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള പൊടിയൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം അതിൻ്റെ ആ ഒരു സ്കിന്നിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചുളിഞ്ഞ് നിൽക്കുന്നുണ്ടോ, ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇത് സെയിം പ്രോസസ്സ് വീണ്ടും ചെയ്യുക. അതായത് ഒരു ചിക്കൻ എടുക്കുക, നമ്മൾ ആ കേർഡിൽ മുക്കിയിട്ടുള്ള ചിക്കൻ എടുത്തതിന് ശേഷം നമ്മളതിൽ ഒരു മൈദക്കോട്ട് മൈദയുടെ ഒരു കോട്ട് ഫസ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിലിടുക, 2 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് തണുത്ത വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം വീണ്ടും മൈദക്കോട്ടിൽ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. നന്നായിട്ട് പൊടി അതിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക അമർത്തണം. ആ പൊടിയിൽ ആ ചിക്കനെ നന്നായി അമർത്തി എടുത്തിട്ട് എക്സസ് ആയിട്ടുള്ള പൊടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചിക്കനെല്ലാം നമ്മൾ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ടൊരു കടായി എടുക്കുക, അതിലേക്ക് സോസ്പാനോ കടായോ എന്താണെന്ന് എടുക്കുക. അതിലെടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, ഓയിലാണ്. ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക, മുങ്ങിക്കിടക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ നന്നായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ചിക്കനിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് വേണം
ചിക്കൻ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ട് കണ്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ചൂട് വേണം കേട്ടോ ചിക്കൻ. ആ ഒരു ഓയിലിൻ്റെ ആ ഒരു ചൂട് അത്യാവശ്യം വേണം. പിന്നെ അത് കുറയാനോ കൂടാനോ അങ്ങനെ ഒരു ഇതിൽ നിൽക്കരുത്. ഒരേ ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കണ്ടോ മേലെ സ്കിന്നിൻ്റെ ഭാഗം കണ്ടോ ഒരു എന്താ പറയുക ഫ്രൈഡ് ചിക്കൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചർ കണ്ടില്ലേ. അത് നമ്മൾ ആ മൈദ നന്നായിട്ട് പിന്നത്തെ ആ ഒരു കോട്ടിങ് കൊടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം അത് കൊടുക്കാൻ, മൈദയിൽ കോട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് എക്സസൈഡിൽ ആ പൊടി തട്ടി കഴിയുമ്പോൾ ഇതുപോലെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഏകദേശം ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ടേസ്റ്റ് വൈസ് ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കത്ര താല്പര്യം തോന്നിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ കഴിച്ചു നന്നായിട്ട്, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് KFC ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇതാണ് നമ്മുടെ KFC. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.